മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഇവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നെയ്യാറ്റിൻകര വഴുതുരുന്ന പ്രദേശത്താണ്. ഞാൻ ജനിച്ചതല്ല എങ്കിലും കുഞ്ഞുനാളിലെ വളർന്നൊരു പ്രദേശമാണ് വഴുതൂർ പ്രദേശം. ഇവിടെ ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന ഒരു ക്ലബ്ബാണ് വഴുതൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. എന്നാൽ അതിൽ വിഭിന്നമായി ഇപ്പോൾ അക്ഷയ എന്ന് പറയുന്ന ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ രംഗത്ത് വന്നിട്ട് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇത് വെറുമൊരു ക്ലബ്ബ് മാത്രമായിട്ടല്ല, മറിച്ച് നിർദ്ധരായ രോഗികളെ സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകി ആദരിക്കുക, അവരെ സഹായിക്കുക എന്നുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. എന്തായാലും ഈ അക്ഷയെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇന്ന് ഇവിടെ പഠനോത്സവം നടത്തുകയാണ്. ആൻസലൻ MLA ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിന്റെ ഒരു ലൈവിലേക്ക് പോകാം. വഴുതൂർ ജംഗ്ഷനിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. പഠിച്ചുയരാം ഒന്നിച്ചുയരാം എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ കമന്റ്സൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ലൈവിലേക്ക് പോകാം. നേരത്തെ തന്നെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ കാണാം. ജാതിപരമായിട്ടുള്ള വിവേചനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു മതത്തിലെ ഉയർന്ന വിഭാഗങ്ങൾ താമസിക്കുന്നിടത്ത് ആ ഹിന്ദു വിഭാഗത്തിൽ തന്നെ താഴ്ന്ന വിഭാഗക്കാർ താമസിക്കും. MLA ആൻസലിനാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ തന്നെ ഈ ഒരു പ്രോഗ്രാം ദർശിക്കാൻ ഇവിടെയുള്ള പ്രദേശത്തിലെ ആളുകൾ എല്ലാവരും ഇവിടെ എത്തിയിരുന്നു. ചേരികളിലാണ് മനുഷ്യന്റെ വാസം. അത്ര അകൽച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം നടന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന പ്രയാസമേറിയ അവസ്ഥ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു. പുലയ സമുദായത്തിൽപ്പെട്ട ജന്മിയുടെ പറമ്പിൽ പണിയെടുക്കുവാൻ വിധിക്കപ്പെട്ട, ജന്മി നൽകിയിട്ടുള്ള സ്ഥലത്ത് ആറുകാൽപ്പുര വെച്ച് കെട്ടിത്താമസിച്ചിട്ടുള്ള ഒരു പുലയ സമുദായത്തിലെ ആളിന്റെ മകളാണ് പഞ്ചമി. 8 വയസ്സുള്ള പെൺകുട്ടിയാണ്. 8 വയസ്സുള്ള പെൺകുട്ടി തൊട്ടടുത്ത് നമ്മുടെ മാറൂർ പഞ്ചായത്തിലെ കോളശ്ശേരി ഏലയുടെ പ്രദേശത്തെ ഏറുമാടത്തിന്റെ സമീപത്ത് വെളുപ്പാരാവിലെ എണീറ്റ് നോക്കുമ്പോൾ അകലെയുള്ള പാടവരമ്പത്തോടുകൂടി മറ്റ് വിഭാഗങ്ങളിലെ കുട്ടികൾ നിരനിരയായി സ്കൂളിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഈ കുട്ടി സ്വന്തം അപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അപ്പ എനിക്ക് സ്കൂളിൽ പോകണം. അപ്പൊ അപ്പം പറഞ്ഞു, സ്കൂളിൽ പോകാൻ കഴിയില്ല, അയിത്തമുണ്ട്, തൊട്ടുകൂടായ്മയുണ്ട്, ഉയർന്ന ജാതിയിലുള്ളവരൊപ്പം ഇത് പഠിക്കാൻ വേണ്ടി കഴിയില്ല. ആ അസമത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അയ്യങ്കാളി ഇടപെട്ടത്. ശ്രീമൂല തിരുനാൾ മഹാരാജാവ് പ്രജാസഭ, ഇന്നത്തെ നിയമസഭ വരുന്നതിന് മുമ്പ് പ്രജാസഭ ഉണ്ടായിരുന്നു. ആ പ്രജാസഭയുടെ തീരുമാനപ്രകാരം പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താ ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഏതെങ്കിലും വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉത്തരവാണ്. ആ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് സ്കൂൾ അധികൃതർ പറയുന്നത്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കുവാൻ കഴിയില്ല, പ്രശ്നമുണ്ടാവും. അവിടെയാണ് അയ്യങ്കാളി ഇടപെട്ടത്. അയ്യങ്കാളി ഇടപെട്ട കുട്ടിയെ സ്കൂളിൽ ചേർത്തു. പക്ഷെ സ്കൂളിൽ കുട്ടിക്ക് പോയി ക്ലാസ്സിലിരുന്ന ഓർമ്മയേ ഉള്ളൂ. ആ ക്ലാസ്സിലെ മറ്റു ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾ ബഹളമുണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് ഓടി. അവരുടെ രക്ഷിതാക്കൾ വന്നു ചേർന്ന് സ്കൂളിനെ ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് ഉരുട്ടമ്പല സ്കൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 2023 സ്കൂൾ പ്രവേശന ഉത്സവത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തുകൊണ്ട് ആ സ്കൂളിന് ഗവൺമെന്റ് LP സ്കൂളിന്റെ പേര് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി നാമകരണം ചെയ്തു. ആ സ്കൂളിനകത്ത് പോയാൽ പ്രത്യേക ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെ ബാക്കി ഭാഗം ഉണ്ട്. 117 വർഷത്തിന് മുമ്പ് പഞ്ചമി പഠിച്ച കത്തിയെരിഞ്ഞ സ്കൂളിന്റെ ബാക്കി ഭാഗം ചരിത്രത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെയാണ് അയ്യങ്കാളി പ്രഖ്യാപിച്ചത്. എന്താ പ്രഖ്യാപിച്ചത്? ഞങ്ങളുടെ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുവാൻ നിങ്ങൾ അനുവദിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ പണിയെടുക്കാൻ വരുന്നില്ല. എന്താ കൃഷിയിടം? വയലിൽ കളപറിക്കാൻ വരില്ല, കൊയ്യാൻ വരില്ല, ഞാറ്റടിക്കാൻ വരില്ല, തെങ്ങിൽ കയറാൻ വരില്ല, കൃഷി ചെയ്യാൻ വരില്ല. അവിടെയാണ് ഐതിഹാസികമായ 90-ാം ആണ്ട് സമരം ഈ താലൂക്കിനകത്ത് ശക്തിപ്പെട്ടത്. പാവപ്പെട്ട കർഷക തൊഴിലാളികൾ വിശപ്പടക്കിക്കൊണ്ട് ജന്മിയുടെ കൃഷിയിടങ്ങളിൽ പോകാതെ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം പരിഹരിക്കപ്പെട്ടത്. അതാണ് ചരിത്രത്തിന്റെ ഭാഗം. ഇന്ന് കേരളത്തിലെ ഒരു കുട്ടി പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയില്ല. എല്ലാ കുട്ടിക്കും സ്കൂളിൽ പോകാൻ കഴിയും. 3 വയസ്സാകുമ്പോൾ തൊട്ടടുത്ത് അംഗൻവാടി പോകാൻ കഴിയും. 5 വയസ്സ് കഴിയുമ്പോൾ ഇപ്പോൾ സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ പ്രവേശനം 6 വയസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. 6 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് ചേരാൻ പറ്റും. നമ്മുടെ ഗോപ സാറിന്റെ പ്രതിഭ ട്യൂട്ടോറിയൽ ഇവിടെ ഉണ്ടല്ലോ. ആ പ്രതിഭ ട്യൂട്ടോറിയലിൽ കുട്ടികളെ ട്യൂഷൻ അയച്ചാൽ ഒരു 750-1000 രൂപ മാസം ഫീസ് കൊടുക്കണം. ആ ഫീസ് എല്ലാം കിട്ടുന്നത് ശേഖരിച്ചിട്ടാണ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അവിടുത്തെ കറണ്ട് ചാർജും മറ്റു കാര്യങ്ങൾക്കെല്ലാം വിനിയോഗിക്കുന്നത്. ഈ കുട്ടികളുടെ ഫീസ് ഏർപ്പെടുത്തിയിട്ടാണ്. അതുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാനേജ്മെന്റ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ഒരു നിശ്ചിതമായ തുക മാസം ഫീസ് കൊടുക്കണം.
അപ്പൊ അത് കൊടുക്കാൻ ശേഷിയില്ലാത്ത കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വന്ന സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന് 1957 ഏപ്രിൽ മാസം 5-ാം തീയതി സ്വല്പം വ്യക്തത ഉണ്ട് എങ്കിലും നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 14 മന്ത്രിമാരിൽ ഒരു മന്ത്രിയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചു. എന്താ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത്? ഇങ്ങനെ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നു, അതില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അത് കേരളത്തിൽ അവസാനിപ്പിക്കണം. എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും സാർവത്രികമായ വിദ്യാഭ്യാസം ആരാ എഴുതി വെച്ചത്? ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന 1949 നവംബർ മാസം 26-ാം തീയതി അതിന്റെ നക്കൽ പ്രസിദ്ധീകരിക്കുകയും ചർച്ചകൾക്ക്, തീരുമാനങ്ങൾക്ക് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ഭരണഘടനയുടെ അനുച്ഛേദത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. അത് മൗലികാവകാശമാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്, അത് ഔദാര്യമല്ല, സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പ്രസംഗം നീട്ടിക്കൊടുത്തു. ഇന്ന് നമ്മളെ 10-ാം ക്ലാസ്സിൽ വിജയ ശതമാനം എത്ര? 10-ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ 99.27% കുട്ടികൾ 10-ാം ക്ലാസ് ജയിച്ചു. അല്ലേ? തോറ്റവരുടെ എണ്ണം എത്ര? 0.73% കുട്ടികൾ തോറ്റു. അപ്പൊ നെയ്യാറ്റിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് നമ്മുടെ ഷിബുവിന്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു, ഷിബു എങ്ങനെയാ റിസൾട്ട്? അപ്പൊ ഷിബു പറഞ്ഞ, അണ്ണാ ഒരു കുട്ടി തോറ്റു 10-ാം ക്ലാസ്. അതിനായിട്ട് ഒരു കുട്ടി എങ്ങനെ തോറ്റു? ആ കുട്ടി IED വിവാദപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞാൽ ശാരീരികമായ പ്രയാസമുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സ്ക്രൈബിന്റെ സഹായം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല. ആ കുട്ടി ഒരു വിഷയത്തിന് തോറ്റു. അതിന്റെ ഭാഗമായി സ്കൂളിലെ 100% വിജയം ഇല്ലാതായി. അപ്പോൾ അവർ ആ കുട്ടിയുടെ ഉത്തര പേപ്പർ പരിശോധിക്കാൻ വേണ്ടി റീവാലുവേഷൻ കൊടുത്തു. ഫീസ് അടച്ചു റീവാലുവേഷൻ നടത്തിയപ്പോൾ ആ ഒരു വിഷയത്തിന് കുട്ടി റീവാലുവേഷന് ജയിച്ചു. അപ്പോൾ നെയ്യാറ്റിക്കര ബോയ്സ് ഹൈസ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും ജയിച്ചു. ഗേൾസ് ഹൈസ്കൂളിൽ ആദ്യത്തെ റിസൾട്ടിൽ തന്നെ എല്ലാ കുട്ടികളും ജയിച്ചു 10-ാം ക്ലാസ്. അപ്പൊ ഗവൺമെന്റ് എന്താ തീരുമാനിച്ചത്? ഇങ്ങനെയുള്ള വിജയം വേണമോ? ഇന്ന് 100 മാർക്കിന് ഒരു കുട്ടി 10 മാർക്കിന് ആൻസർ ചെയ്താൽ മതി. 100 മാർക്കിന് 10 മാർക്കിന് ഉത്തരം എഴുതിയാൽ 20 മാർക്ക് ആര് കൊടുക്കും? അധ്യാപകർ കൊടുക്കും. അപ്പൊ 30 മാർക്ക് 100 മാർക്കിന് കിട്ടിയാൽ കുട്ടി ജയിച്ചു. 50 മാർക്കിന് 5 മാർക്കിന് കുട്ടി എഴുതിയാൽ മതി. 10 മാർക്ക് അധ്യാപകർ കൊടുക്കും. 15 മാർക്ക് കിട്ടിയാൽ കുട്ടി ജയിച്ചു എന്ന് പറഞ്ഞാൽ ആൾ പ്രൊമോഷൻ. ആൾ പ്രൊമോഷൻ ആരാ കൊണ്ടുവന്നത്? ഇന്ത്യ ഗവൺമെന്റ്. എന്തിനാ ആൾ പ്രൊമോഷൻ കൊണ്ടുവന്നത്? ആദിവാസി ഊരുകളിൽ, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യരേഖ പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ അവർക്ക് മാർക്ക് സംഭാവന ചെയ്ത് ജയിപ്പിക്കുക. എല്ലാ ക്ലാസ്സിലും 9-ാം ക്ലാസ് വരെ ജയിപ്പിക്കുന്നതിന്റെ കൂടത്ത് 10-ാം ക്ലാസ്സിൽ ഇത് നമുക്ക് അത് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. മാറ്റാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് കുട്ടികൾ SSLCക്ക് ആദ്യഘട്ടം ജയിച്ചില്ലെങ്കിലും പഠിക്കുന്ന അറിവ് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പൊ അറിവിനൊന്നും പറയാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ IAS പോലുള്ള ഉന്നത പരീക്ഷകളിൽ കേരളത്തിന്റെ സംഭാവന എന്താ? ഇത്തവണത്തെ 49 പേര് IAS പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് മതിയോ? IAS, IPS, IRS പോലുള്ള ഉന്നത പരീക്ഷകളിൽ സിവിൽ സർവീസ് മേഖലയ്ക്കകത്ത് കേരളത്തിന് വലിയ തോതിലുള്ള വിജയം ഉണ്ടാകണം. ആ വിജയം ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ പഠന രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗേൾസ് ഹൈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ തൊട്ട് പിറകെ പ്രീ പ്രൈമറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ, LKG, UKGയിലെ കുട്ടികൾ പഠിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തുവിൽ നിന്നും കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ബോധ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഭരണകൂടാകാരം. ടൗൺ LPSൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നമുക്കറിയാം അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ ഭാഗമാണ്. ആ നാടിന്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നോട്ട് ബുക്ക് ഒന്നും ഇപ്പൊ വാങ്ങാൻ കഴിയാത്തവരല്ലോ നമ്മുടെ രക്ഷിതാക്കൾ. ഞാനും രാജൻ എന്നെക്കാട്ടി ഒരു 4-5 വയസ്സ് ജൂനിയറാണ്. ഞാനും രാജനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ തുറക്കുമ്പോൾ നോട്ട് ബുക്ക് ഒന്നും കിട്ടൂല, അതൊന്നും തരൂല്ല. അപ്പൊ പഴയ നോട്ട് ബുക്കിന്റെ അവസാനത്തെ പേപ്പറുകൾ വലിച്ചു കീറി സൂചി നൂലിട്ടൊരു കുത്തിക്കെട്ടി കൊണ്ടുപോകും. 1 മാസം 1.5 മാസം അതിലായിരിക്കും എഴുത്ത്. കണക്ക് കുറച്ചെഴുതും, മറ്റൊരു പേപ്പറിൽ ഹിന്ദി എഴുതും, മലയാളം എഴുതും. ഇപ്പൊ സ്കൂളിലെ പാഠപുസ്തകങ്ങളും പാഠപുസ്തകം എല്ലാം സൗജന്യമാണ്. നോട്ട് ബുക്കുകൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെല്ലാം കിട്ടുന്നുണ്ട്? ഒന്നിനും ഒരു കുറവില്ല. രക്ഷിതാക്കൾ പുതിയ വസ്ത്രം കിട്ടുന്നുണ്ട്, പുതിയ സ്കൂൾ ബാഗ് കിട്ടുന്നുണ്ട്, ചെരുപ്പ് കിട്ടുന്നുണ്ട്, ജാമട്രി ബോക്സ് കിട്ടുന്നുണ്ട്, പെൻസിൽ ബോക്സ് കിട്ടുന്നുണ്ട്, ടിഫിൻ ബോക്സ് വാങ്ങിച്ചു തരുന്നുണ്ട്, വാട്ടർ ബോക്സ് വാങ്ങിച്ചു തരുന്നുണ്ട്, കുട വാങ്ങിച്ചു തരുന്നുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. പഠിക്കണം, നല്ല പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പരമാവധി പഠിക്കണം.
രാവിലെയൊക്കെ എണീറ്റ് രാവിലെ എണീറ്റ് പഠിക്കണം. സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അത്യാവശ്യം ആഹാരം കഴിച്ചിട്ട് പഠിക്കണം. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം വന്ന പശു ഉണ്ടെങ്കിൽ വല്ലതും എടുത്തോട്ട് പോയി പുല്ല് പറിച്ചോട്ട് വരണം. പുല്ല് പറിക്കാൻ പോയിട്ടില്ലെങ്കിൽ വൈകുന്നേരം വലിയ നീളമുള്ള പെരമ്പ് കൊണ്ട് കിട്ടണ അടിയുടെ കണക്കൊന്നും ഇന്നടത്തൊന്നുമില്ല, കിട്ടണത് വാങ്ങിച്ചോണം. അതുകൊണ്ട് അടിയെ പഠിച്ച് പഠിക്കാൻ പോകും. ഇപ്പൊ കുട്ടിക്ക് ഒരു തൊട്ട് കൊടുത്ത ഉടനെ നിരാഹാരം തുടങ്ങും, റൂം അടച്ചിട്ട് ഭക്ഷണം കഴിക്കില്ല. അപ്പൊ ആ പ്രയാസമൊന്നും നിങ്ങൾക്കില്ല. അപ്പൊ നന്നായി പഠിക്കണം, പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളായി മാറണം. അത് നമ്മുടെ നാടിന് വേണ്ടിയാണ്. ഈ നാടിനെ മുന്നോട്ട് നയിക്കുവാൻ, മതനിരപേക്ഷമായി നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, പുതിയ കാലഘട്ടത്തിൽ നാടിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ട അവകാശം നിങ്ങൾക്ക് ഉൾപ്പെട്ടതാണ്, പുതിയ തലമുറയ്ക്ക് ഉൾപ്പെട്ടതാണ്. നമ്മുടെ നാട് നന്മയുടെ ഭാഗമായി ചേർത്ത് നിർത്തുവാൻ, ഈ പ്രദേശത്തെ അതിന്റെ ഭാഗമായി കാണുവാൻ, മറ്റ് അസമത്വങ്ങൾ ഇല്ലാതാക്കുവാൻ പുതിയ തലമുറയ്ക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് പഠിക്കാനും അറിവ് നേടുന്നതിനും മുന്നോട്ട് പോകുന്നതിനും വേണ്ടി കഴിയണം. അതിന് സഹായകരമായ രൂപത്തിലേക്ക് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അക്ഷയ കലാകായിക വേദി നല്ല വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും മറ്റു കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്ന മഹത്തായിട്ടുള്ള ഒരു പഠനോത്സവം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ പഠനോത്സവം സംഘടിപ്പിക്കാൻ മുൻകൈ പ്രവർത്തനം നടത്തിയ ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള ശിവപ്രസാദ് അടക്കമുള്ള അതിനെല്ലാം പിന്തുണയും നടത്തുക പി രാജനും സജീകൃഷ്ണനും അടക്കമുള്ള ഇതിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ അവരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പഠനോത്സവം ഏറെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ആദരവ്. കേരള പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി സ്ഥാനം ലഭിച്ച അക്ഷയയുടെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണകുമാർ കെ അവർക്ക് നൽകുന്ന സ്നേഹാദരവാണ്. ഇത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA-യും അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കൃഷ്ണകുമാറിനെയും ആദരവോട് ക്ഷണിക്കുന്നു. മികച്ച ചമയ ആർട്ടിസ്റ്റിനുള്ള തക്കല നാട്യാല ഡാൻസ് സ്കൂൾ അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ കൃഷ്ണൻകുട്ടി A അവർക്കുള്ള സ്നേഹാദരവാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കൃഷ്ണൻകുട്ടി മൂകാംബികയിൽ പ്രോഗ്രാം നടത്തുന്നതിനാൽ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ മകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കിയ അക്ഷയ അംഗമായ ശ്രീ മനോജിന്റെ ഭാര്യയായ ശ്രീമതി അഞ്ജനയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഡിഗ്രി ബയോ കെമിസ്ട്രിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീ അഭിജിത്ത് SM-നെ ക്ഷണിക്കുന്നു. വർഷം 2024 ഏറ്റവും കൂടുതൽ ബുക്കുകൾ കളക്ട് ചെയ്ത അക്ഷയ കൺവീനറായ ശ്രീ രമേശിന് ആദരവോടെ. കാവ്യ SR +2 ഫുൾ A+. കാവ്യ SR ഫുൾ A+. ഒരു കൈയ്യടി കൊടുക്കാം, എല്ലാവർക്കും ഒരു കൈയ്യടി കൊടുക്കാം. ദിവ്യ റോസ് MR +2 ഫുൾ A+. അക്ഷിത JS +2 ഫുൾ A+. മൈഥിലി സുരേഷ്. അബിൻ S ബിബു. എന്തായാലും അക്ഷയ സാംസ്കാരിക വേദി നടത്തിയ പ്രോഗ്രാമാണ് ഇവിടെ അവസാനിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് MLA ആൻസലൻ MLA ആണ്. കഴിഞ്ഞ വർഷങ്ങളായി നടക്കുന്ന ഒരുപാട് പരിപാടികളും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഈ പറഞ്ഞതുപോലെ അക്ഷയ മുൻപന്തി നിന്നിട്ടുണ്ട്. എന്നാലും എന്താണ് അക്ഷയക്ക് ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇതിന്റെ സംഘാടനം കൂടി ഇതിന്റെ ക്ലബ്ബ് മെമ്പറും കൂടിയായ രമേശിനോട് ചോദിക്കേണ്ടതുണ്ട്. രമേശ് എന്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ്. എന്നാൽ രമേശിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഒരു അക്ഷയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? രമേശ്, മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് നമ്മുടെ കളി കൂട്ടുകാരെന്ന നിലയ്ക്കും മലയാള ജനതാ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് അക്ഷയ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം? അക്ഷയ കലാകായിക വേദി ഇത് 34 വർഷത്തിൽ നിന്ന് 35 വർഷത്തിലേക്ക് കടക്കുകയാണ്. കോവിഡ് കാലത്തിന്റെ ആ ഒരു 2 വർഷം മാത്രമാണ് പഠനോത്സവം നടത്താതിരുന്നത്. ബാക്കിയുള്ള എല്ലാ വർഷം തന്നെ നമ്മൾ നന്നായി തന്നെ പഠനോത്സവം നടത്തിയിട്ട് കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലുതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷയയുടെ ആളുകൾ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർമാർ, അഭികാംക്ഷികൾ ഇവരെല്ലാം തന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന കാര്യത്തിലായാലും അതിനകത്ത് കൊടിയോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ തന്നെ ഒട്ടനവധി പേർക്ക് ബ്ലഡ് നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു അർഹതപ്പെട്ട രോഗിക്ക് ഏകദേശം നമ്മളാൽ കഴിയുന്ന ഒരു 25,000 മുതൽ 50,000-ത്തിനകത്ത് വരുന്ന എമൗണ്ടുകൾ സമാഹരിച്ച് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഒരു ഓണാഘോഷം മാത്രമല്ല, ഓണത്തിന് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും നല്ല അത്തം നടത്തുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ അക്ഷയ കലാകായിക വേദി. അപ്പം അതിനകത്ത് ആർക്കും സംശയമില്ല,
നമ്മൾ ഇതിനെല്ലാം പ്രോത്സാഹനം നൽകുന്നത് നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളാണ്. അക്ഷയ എന്ന് പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്നിൽ നിന്ന് ഒരു 4-5 വയസ്സിന് താഴെ മാത്രമേ ഉള്ളൂ അക്ഷയ. ഏകദേശം 34 നിന്ന് 35 വയസ്സിലേക്ക് അക്ഷയ അടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് അക്ഷയ നടത്തുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും കടുത്തമായ വേനൽ സമയത്ത് പോലും വിവിധ കേന്ദ്രങ്ങളിൽ അക്ഷയ കുടിവെള്ള പദ്ധതി അടക്കമുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഏറ്റവും അധികം കുട്ടികൾക്കാണ് നമുക്ക് പഠനോപകരണ വിതരണം നടത്താൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 200 കുട്ടികൾക്കാണ് പഠനോപകരണം നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അക്ഷയ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അക്ഷയ എന്ന് പറയുന്നത് വെറുമൊരു ക്ലബ്ബ് മാത്രമല്ല, ഈ സമൂഹത്തിനകത്ത് ഇടപെടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് അതിനകത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലബ്ബാണ് അക്ഷയ. അപ്പോൾ അത് എല്ലാ ക്ലബ്ബുകളും ഇപ്പം അക്ഷയ മാതൃകയാക്കിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ നടത്തുന്ന പോലെ പഠനോത്സവം അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പോലെ ബിരിയാണി ചലഞ്ച് ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് ശേഷം പ്രളയം എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. എല്ലാം കണ്ട് മറ്റുള്ളവരും പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആയുസ്സിന്റെ പകുതിയിൽ കൂടുതൽ ഈ ക്ലബിനകത്ത് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അക്ഷയെ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് രമേശ്. അതോടൊപ്പം എൻ്റെ ഒരു കളിക്കൂട്ടാൻ കൂടെയാണ് രാജേഷ്. നമ്മുടെ ഒരു കവിതാ സ്പോർട്സ് ക്ലബിന്റെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. രാജേഷ്, എങ്ങനെയാണ് ഇപ്പോൾ കവിതയെ പോലെ തന്നെ അതിനുശേഷം ഒരു പിറവിയെടുത്തതായിരിക്കണം ഈ അക്ഷയ? ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. എങ്ങനെയാണ് ഈ ഒരു സ്പോർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് പറയാം? ഈ കവിതാ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്ന നമ്മുടെ റിപ്പോർട്ടർ അബ്ദുറഹ്മാൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ കവിതാ ക്ലബ്ബ് കുറെ കാലം നമ്മൾ നല്ല പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ പിന്നെ അതിലുണ്ടായിരുന്ന പ്രവർത്തകർ പല പഠിത്ത വിഷയത്തിൽ നിന്നായാലും ജോലി ഇരുന്നാലും പലവരും ഒരുപാട് ദൂരത്തേക്ക് മാറിപ്പോയതിനാൽ അത് ആ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ, അതായത് 100 മീറ്റർ പോലും അകലെ ഇല്ലാത്ത ഒരു ദൂരത്താണ് ഈ അക്ഷയ ക്ലബ്ബ്. നമ്മുടെ എല്ലാ സഹോദരങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രവർത്തന മേഖലയാണ് അക്ഷയ ക്ലബ്ബ്. അപ്പോൾ അതിലായിട്ട് നിന്ന് ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ വേറൊരു ക്ലബ്ബിലോട്ട് നിന്നിട്ട് സമൂഹത്തിന് നല്ലതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു ക്ലബ്ബ് പൊളിഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ അക്ഷയ എന്ന ക്ലബ്ബിലോട്ട് നമ്മൾ ചേർന്നു നാട്ടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി വരുന്ന ഒരു വലിയൊരു, അതായത് ഈ അക്ഷയ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നിസ്സാര കാലാവധിയിലുള്ളതല്ല. ഒരു 34 വർഷം പ്രവർത്തന രംഗത്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ക്ലബ്ബാണ്. 34 വർഷത്തെ പ്രവർത്തനമുള്ള പഴക്കമുള്ള. അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു ക്ലബ്ബിൽ ചേരുക എന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നാ കഴിയുന്ന രീതിയിൽ ഈ ക്ലബ്ബിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു മനസ്സിന് ഒരു സംതൃപ്തി. അക്ഷയ്, അശ്വൻ സ്റ്റാൻഡേർഡ് 3, അഭിഷേക്, ജെറിൻ രാജ്, അലൻ 4, ഗൗരി കൃഷ്ണ സ്റ്റാൻഡേർഡ് 4 ഏഞ്ചൽ ലയന ജ്യോതിത്ത് സ്റ്റാൻഡേർഡ് 4, ജ്യോതിത്ത് അവന്തിക രാജേഷ് സ്റ്റാൻഡേർഡ് 4, അവന്തിക രാജേഷ് അനക് സ്റ്റാൻഡേർഡ് 4, അനക് അഭിനവ് സ്റ്റാൻഡേർഡ് 4, നിത്യ സ്റ്റാൻഡേർഡ് 4 നടത്തുന്നതിനായി അഞ്ജന മനോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്റ്റാൻഡേർഡ് 5 വരുൺ, സ്റ്റാൻഡേർഡ് 5 ആവണി, സ്റ്റാൻഡേർഡ് 5 യമി, SR, ഗോകുൽ കൃഷ്ണ, ജോസ്ലിൻ, ഏഞ്ചൽ ജോസ്ലിൻ. അപ്പോ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കളിക്കൂട്ടുകാരും അതോടൊപ്പം തന്നെ എന്റെ കൂടെ പഠിച്ചവരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഞങ്ങളൊക്കെ നിന്നത് കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബായിരുന്നു. ഇപ്പോൾ അത് അക്ഷയ എന്നൊരു ക്ലബ്ബ് കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവര് സജീവമായ പ്രവർത്തന മേഖലയിലാണ്. ഇവരോട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വിഷമമായി തോന്നുന്നുണ്ട്. എന്തായാലും ഇത് മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് വഴി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു ക്ലബ്ബ് മാത്രമല്ല, മറിച്ച് നിർധരായ രോഗികൾക്ക്, നിർധരായ കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പഠന സഹായം, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ മുൻപന്തി നിൽക്കുകയാണ് ഈ അക്ഷയ എന്ന് പറയുന്ന ഈ ഒരു കലാ സാംസ്കാരിക വേദി. എന്നാൽ മലയാള ജനതാ ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനം ഈ ഒരു
അക്ഷയ്ക്ക് അർപ്പിക്കുകയാണ്. പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് MLA ആൻസലൻ MLA ആണ്. ഏകദേശം 200ഓളം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടാണ് നൽകിക്കുന്നത്. അതോടൊപ്പം ഉന്നത വിജയം നേടിയ ഇവിടെയുള്ള കുട്ടികൾക്കുള്ള ആദരവും ഇതോടൊപ്പം നടത്തിയതാണ് ലൈവ് കാണുന്നത്. പിന്നീട് നമുക്കിത് ഇൻസ്റ്റാഗ്രാമിൽ അതോടൊപ്പം തന്നെ യൂട്യൂബിലും ഇത് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസിൽ പുതിയ വിശേഷമായി കാണുന്നത്. തൽക്കാലം വിട. ബൈ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക.